വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ സെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 ആയിട്ടുള്ള ജനറൽ നോളജ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ യൂണിറ്റ് 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ, അതിൽ നമ്മൾ ടോപ്പിക് വൈസ് പഠിക്കുകയാണ്. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ ഈസ്റ്റ്, ആ ടോപ്പിക്കാണ്. സോ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം. സോ മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദ ഈസ്റ്റിൽ 6 സ്കൂൾസാണുള്ളത് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫിലോസഫി. സോ അതിന് മുന്നേ ഓർത്തഡോക്സ്, അതായത് ആർത്തിക, ARTIKA, ആർത്തിക, അതായിരുന്നു നമ്മുടെ സനാതന ധർമ്മ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അത് നമ്മളെ ഹിന്ദുയിസം എന്നാണ് അറിയപ്പെടുന്നത്. സോ ദിസ് ജനറലായിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് സ്കൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പറഞ്ഞതുപോലെ 6 സ്കൂൾസ് ഉണ്ട്: സാംഖ്യ, ന്യായ, യോഗ, വൈശേഷിക, പൂർണ്ണമീമാംസ, ഉത്തരമീമാംസ. സോ ആദ്യത്തേത് സാംഖ്യ. സാംഖ്യ ദർശനാന്നോ സാംഖ്യ ഫിലോസഫി എന്നോ പറയാം. സോ സാംഖ്യ കൊണ്ടുവന്നത് ആരാണ്? കപില മഹർഷി. ഓക്കെ, കപില മഹർഷി. ഇവിടെ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് പറഞ്ഞാൽ പുരുഷ പ്രകൃതി ബന്ധം, സോളും നേച്ചറും തമ്മിൽ എങ്ങനെ കണക്ട് ആയിരിക്കുന്നു, ദെൻ പെർസെപ്ഷൻ, ഇൻ്റർഫെറൻസ്, വേർബ് ടെസ്റ്റിമോണി, അതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാംഖ്യയിൽ. ദെൻ ഒരു കുറച്ച് ഇതിന് ബേസിക്കായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അദ്വൈത വേദാന്ത, അക്വയറിങ് നോളജ്, ഇതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, സാംഖ്യയുടെ ബേസിക് എന്ന് പറയുന്നത്. സോ സാംഖ്യ ബൈ കപില മഹർഷി. ദ നെക്സ്റ്റ് വൺ ഈസ് ന്യായ, ന്യായ ദർശന ഓർ ന്യായ ഫിലോസഫി. സോ ഒരു ഫസ്റ്റ് ദർശന നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ന്യായ ദർശനിയാണ്. ഇത് കൊണ്ടുവന്നത് ആരാണ്? സേജ് ഗൗതമ മഹർഷിയാണ് കൊണ്ടുവന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോക്കസസ് ഓൺ ലോജിക് ആൻഡ് എപ്പിസ്റ്റമോളജി. 5 സെൻസസിനെ ഫോക്കസ് ചെയ്യുന്നു, വേർബൽ കമ്മ്യൂണിക്കേഷനെ ഫോക്കസ് ചെയ്യുന്നു, വേദാസിനെ ഫോക്കസ് ചെയ്യുന്നു, ലിബറേഷൻ ഫ്രം സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, അതായത് മെറ്റാഫിസിക്സിനെ ഡീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദെൻ സയൻസിനെ ഫോക്കസ് ചെയ്യുന്നു, ഹിന്ദുസിൻ്റെ ലോജിക്കിനെ ഫോക്കസ് ചെയ്യുന്നു. ഇത് ഇത്രയാണ് ന്യായ ദർശന ഓർ ഫിലോസഫിയിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് യോഗ ഫിലോസഫി ഓർ യോഗ ദർശന. നമുക്കറിയാനാണ്, നമുക്ക് കുറേ പ്രോഡക്ട്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ആയുർവേദം. സോ അത് കൊണ്ടുവന്നത് ആരാണ്? സേജ് പതാഞ്ജലി. ഓക്കെ, യോഗ ബൈ സെയിൻറ്റ് പതാഞ്ജലി. സോ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത്? മെത്തേഡ്സ് ഓഫ് ഡിസിപ്ലിൻ ഓഫ് ബോത്ത് ബോഡി ആൻഡ് സോൾ. ദെൻ യോഗയ്ക്ക് സൂത്ര, അസ്താന്ത യോഗ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ അസ്താന്ത യോഗയിൽ 8 സ്റ്റെപ്സ് ഉണ്ട്, നമുക്ക് ചുമ്മാ ഡിസ്കസ് ചെയ്തേക്കാം. അതിലൊന്ന് പറയുന്നത് യാമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാര, ദർശന, ധ്യാന, സമാധി. ഇങ്ങനെ 8 സ്റ്റെപ്സാണ് അഷ്ടാംഗ യോഗത്തിൽ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗയിൽ ഉള്ളത്. ദെൻ പ്രാക്ടീസ് അഷ്ടാംഗ യോഗ എന്നാണ് നമ്മുടെ യോഗ ഫിലോസഫിയിലെ യോഗ ദർശനയിൽ എപ്പോഴും പറയുന്നത്. പിന്നെ ഇതിൽ ഉലൂക മഹർഷി പറയുന്നൊരു കാര്യമുണ്ട്, പുരുഷ ഈശ്വര പ്രകൃതി ഒന്നാണെന്ന്. അത് യോഗയിൽ പറയുന്നൊരു കാര്യമാണ്. ആരാണ്? ഉലൂക്യ മഹർഷി. നെക്സ്റ്റ് ഈസ് വൈശേഷിക, വൈശേഷിക ദർശന ബൈ കാനഡ, KANADA. സോ വൈശേഷികയിൽ എന്താ പറയുക? നമ്മളെ മോഡേൺ കെമിസ്ട്രി, ഇന്നത്തെ കെമിസ്ട്രിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഫോക്കസ് ചെയ്യുന്നതാണ് വൈശേഷിക എന്ന് പറയുന്നത്. സോ മോഡേൺ കെമിസ്ട്രി, ഫൈനൈറ്റ് നമ്പർ ഓഫ് ആറ്റംസ്. ദെൻ ബ്രാഹ്മണനാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് വൈശേഷികയിൽ അങ്ങനെ പ്രതിപാദിക്കുന്നത്. പിന്നെ മെറ്റാഫിസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദെൻ 5 എലമെൻറ്റ്സ്, നമ്മുടെ പഞ്ചഭൂതങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദെൻ സബ്സ്റ്റൻസ്, ക്വാളിറ്റി, ആക്ഷൻ, ജനറാലിറ്റി, പർട്ടിക്കുലാരിറ്റി, റിലേഷൻ ഓഫ് ഇൻഹെറിറ്റൻസ്, നോൺ എക്സിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ന്യായ, യോഗ, വൈശേഷിക, ഈ 3
ദർശനാസും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഏകദേശം ഒരേ കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ ഇസ് പൂർവമീമാംസ. അതാരാണ് കൊണ്ടുവന്നത്? ജൈമിനി മഹർഷി. ഓക്കെ. ഇതിൽ പറയുന്നുണ്ടെങ്കിൽ ഫുള്ളി ഓർ കംപ്ലീറ്റ്ലി അതോറിറ്റി ഓഫ് വേദാസ്. വേദാസിനെ മാത്രമാണ് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വിത്ത്, അതായത് വേദാസിലെ വിത്ത് എന്ന് പറയുന്നത് സുപ്പീരിയർ നോളജ് എന്നാണ് പൂർവമീമാംസയിൽ പറയുന്നത്. നോ ഗോഡ്, ഗോഡിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ കർമ്മയ്ക്ക് മോക്ഷയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. വേദാസ് അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് മോക്ഷം, അതായത് സാൽവേഷൻ കിട്ടൂ എന്നാണ് മീമാംസയിൽ പറയുന്നത്. ദെൻ മരണാന്തര ജീവിതത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ആത്മാക്കളുടെ പ്യൂരിറ്റി, പ്രത്യക്ഷ അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, പിന്നെ പരോക്ഷ അതായത് മീഡിയേഷൻ നോളജ്, അതിന് പ്രത്യക്ഷയ്ക്കും പരോക്ഷയ്ക്കും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ. ദ നെക്സ്റ്റ് ഈസ് ഉത്തരമീമാംസ. അതിന് മൊത്തം നമ്മൾ വേദാന്ത എന്ന് പറയും. അതാരാണ് കൊണ്ടുവന്നേ? നമ്മുടെ വേദാന്താസ്, അതായത് ഉപനിഷത്തുക്കൾ. അതാരാണ് കൊണ്ടുവന്നത്? വാത്സ്യ മഹർഷി. ഓക്കെ, വാത്സ്യൻ. ദെൻ ഇവിടെ എന്താണ് പറയുന്നത്? വാലിഡ് നോളജ്, ഫോക്കസ് ഓൺ വാലിഡ് നോളജ്. ഉപനിഷത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ദെൻ വേൾഡ് അൺറിയൽ ആണെന്നും ബ്രാഹ്മണ റിയാലിറ്റി എന്നാണ് ഉത്തരമീമാംസയിൽ വാത്സ്യ മഹർഷി പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ ഈ വേദാസിനെ അല്ലെങ്കിൽ വേദാന്തത്തെ അല്ലെങ്കിൽ ഉപനിഷത്തുക്കളെ നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. അതിൽ വരുന്നതാണ്, 3 ഡിവിഷൻസിൽ വരുന്നതാണ് അദ്വൈതം. ദെൻ അതാരാണ് കൊണ്ടുവന്നത്? ശങ്കരാചാര്യരാണ് കൊണ്ടുവന്നത്. നെക്സ്റ്റ് വിശിഷ്ട അദ്വൈത. അതാരാണ് കൊണ്ടുവന്നത്? രാമാനുജ ആചാര്യ. മൂന്നാമത്തെന്ന് പറയുന്നത് ദ്വൈത്വ. ആരാണ് കൊണ്ടുവന്നത്? മാധവ മഹർഷി, ഒരു മാധവാചാര്യ. ഇങ്ങനെ 3 ഡിവിഷൻസ് ആയിട്ടാണ് നമ്മുടെ വേദാന്തത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്നൊരു കാര്യം, ദ്വിജൻ. ഹൂ ഈസ് ദ്വിജൻ? സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ ദ്വിജൻ എന്ന് വിളിക്കുന്നത്. ഇനി എഡ്യൂക്കേഷൻ സ്റ്റേജസ് ഓഫ് ഈ വേദാസിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം: ശ്രവണ, മനന, നിനാസ്ത. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 6 സ്കൂൾസ് എന്ന് പറയുന്നത്. സാംഖ്യ ബൈ കപില, ന്യായ ബൈ ഗൗതമ മഹർഷി, യോഗ ബൈ പതാഞ്ജലി, വൈശേഷിക ബൈ കാനഡ. ദെൻ 5th പൂർവമീമാംസ ബൈ ജൈമിനി മഹർഷി, ഉത്തരമീമാംസ ബൈ വാത്സ്യൻ. ഓക്കെ, ദെൻ 3 ഡിവിഷൻസ്, എഡ്യൂക്കേഷൻ സ്റ്റേജസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധിസമാണ്. അപ്പോൾ ഇതുമാതിരിയുള്ള ടോപ്പിക് വൈസ് ക്ലാസ്സസ് കിട്ടാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കീപ് സ്റ്റഡിയിങ്, കീപ് വിന്നിങ്.